500 ഞാൻ തരാം. പിന്നെ ബാക്കി അങ്ങനെ അവസാനം എനിക്ക് ബാക്കി കിട്ടിയ അങ്ങനെ തന്നാൽ മതി. സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രവർത്തനങ്ങളിലും ഓരോരുത്തരും ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പിറകിൽ ഒരു ബുള്ളറ്റും സമസ്തയുടെ പതാകയും ഒക്കെയുണ്ട്. അത് അബ്ദുൽ ഹക്കീം ഫൈസി എന്ന് പറയുന്ന പരപ്പനങ്ങാടി സ്വദേശിയായ ഒരു മുദരിസും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമാണ്. ഇവര് ഇന്ന് അഥവാ ഈ ജിഫ്രി തങ്ങളുടെ കയ്യിൽ നിന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് 20ാം തീയതി മുതൽ കന്യാകുമാരി മുതൽ കശ്മീർ വരെ സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി 100 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര ഇദ്ദേഹം നടത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ യാത്രയിൽ എന്തൊക്കെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്, എന്തൊക്കെയാണ് ഈ 100 ദിവസം ഇവർ ടൂർ പോവുകയാണോ, അതല്ല സമസ്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരവരുടെ വ്ളോഗുകളിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണോ? ശരിക്കും അതായിരിക്കാനാണ് സാധ്യത. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഏതായിരുന്നാലും നമ്മുടെ കൂടെ ഇവരുണ്ട്. കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് നമുക്ക് ഇവരെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഹക്കീം ഫൈസി അല്ലേ? തീർച്ചയായിട്ടും. പരപ്പനങ്ങാടി മുദരീസാണ്. എവിടെയാ? ഞാൻ മലപ്പുറത്താണ്. എത്ര ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ട്? ചെറിയൊരു ദർസായിരുന്നു. 10 കുട്ടികളുണ്ട്. എന്താണ് ഇതെന്താ പരിപാടി? എന്താണ് ഇത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷിക പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് 100 ദിവസത്തെ യാത്ര കന്യാകുമാരി ടു കാശ്മീർ. ഓക്കെ. എന്താണ്, ട്രിപ്പാണോ ടൂറാണോ, എന്താണ് പരിപാടി? എന്താണ് ട്രിപ്പും ടൂറും എന്നുള്ളതിനപ്പുറം സമസ്ത പ്രചരണം ലക്ഷ്യം. തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ അവിടെയുള്ള ഏകദേശം കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ ദിവസമാണ് നിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട, അതായത് ഒരുപാട് ശാഖകൾ നമ്മുടെ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടുത്തെ SKSF ഡിസ്ട്രിക്ട് സെക്രട്ടറിമാർ, അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളാണ് നമുക്ക് ഓരോ റൂട്ട് മാപ്പ് തയ്യാറാക്കി തന്നിട്ടുള്ളത്. ഓരോ പ്രദേശത്ത് കയറുക, അപ്പോൾ അവിടെ നിന്നുള്ള നമ്മുടെ പ്രവർത്തകരെ സോഷ്യൽ മീഡിയക്ക് ജനങ്ങൾക്ക്, അതായത് മലബാർ തലങ്ങൾക്ക് മൊത്തത്തിലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ഒരു നാട്ടിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ആ നാട്ടിലെ മദ്രസ, പള്ളി, ആ നാട്ടിലെ മഹല്ല് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു, സമസ്തയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ അവിടെ നടക്കുന്നു, പിന്നെ അതുപോലെ തന്നെ 100ാം വാർഷിക പ്രചാരണങ്ങളൊക്കെ എവിടെ എത്തി, ആ തരത്തിലുള്ള ഒരു അന്വേഷണമായിരിക്കും. അപ്പോൾ ഓരോ നാട്ടിലും അതാത് നാടിന്റെ വ്യത്യസ്തതകളും അവിടുത്തെ ഭാഷ, ഭക്ഷണം, സംസ്കാരം, അതായത് അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട, ഇതിപ്പോൾ നമ്മുടെ ബീച്ച് ഏരിയ ആണല്ലോ, ഉള്ളതുപോലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിലുള്ളതാണ് പ്രചരണം. നമ്മൾ മൈക്ക് കെട്ടി പ്രചരിപ്പിക്കുന്നതിലപ്പുറം സോഷ്യൽ മീഡിയ ആണല്ലോ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ ബുള്ളറ്റിലാണ് യാത്ര. ഈ ബുള്ളറ്റിലാണ് യാത്ര. അപ്പം ഇവിടെ ഏതായാലും അദ്ദേഹത്തിന്റെ ബ്ലോഗിന്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. കേരള ടു കാശ്മീർ, NKH വ്ളോഗ്, സമസ്ത 100ാം വാർഷികത്തിന്റെ ആ ഒരു ചെറിയൊരു സ്റ്റിക്കർ. ഇവിടെ ഒരു ഫലസ്തീൻ പതാകയുണ്ട്, അതും വളരെ വേണ്ടപ്പെട്ടാണ്. ഈ ബോക്സുകളിലൊക്കെ നമുക്ക് ആവശ്യമുള്ള സംഗതികളായിരിക്കും അല്ലേ? അത് ഏകദേശം ഒരു 15 കിലോയോളം വെയിറ്റുള്ള തകരത്തിനുള്ള ഒരു പെട്ടിയാണ്. അപ്പോൾ കാണുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. ഇത് ഇങ്ങനെ ആവണം, അതായത് നമ്മളെ യാത്രക്കുള്ള സേഫും കൂടിയാണത്. ഈ വാഹനത്തിൽ ഇനി അറ്റകുറ്റപ്പണിയൊക്കെ നടക്കാനുണ്ടോ? ഏകദേശം ഒരു ഭീമമായ ചെലവ് ഇതിന് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ടയർ കാര്യങ്ങളൊക്കെ എന്തുണ്ട്, ഏകദേശം ഫോൺ അടുപ്പിച്ച് മാറ്റിയാൽ മതി, കിട്ടണത്ര കിട്ടട്ടെ എന്നുള്ള നിലക്കാണ്. ഓക്കെ. ഇതില് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? കാരണം ലഗേജ് കൂടാൻ പാടില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതായത് 3 ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ യാത്രക്ക് സഹായത്തിനായിട്ട് എന്റെ പ്രിയപ്പെട്ട ഒരാളും കൂടിയുണ്ട്. പേര് സാബിത്ത്. ഇപ്പോൾ എന്താ പറയാ, സോഷ്യൽ വിഭാഗമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൻ്റെ ഒരു സെർച്ചിങ് മെത്തേഡും കൂടി ആയിട്ടാണ് ഈ യാത്ര. നിലവിൽ എന്താ ചെയ്യുന്നത്? ഞാൻ സോഷ്യോളജിന്റെ CUET കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ക്ലാസ് ഉണ്ടാവില്ലേ? ക്ലാസ് ഓൺലൈനാണ്, അത് അവിടെ നിന്ന് കിട്ടും. ഓക്കെ. അപ്പം അദ്ദേഹത്തിനായിരിക്കും നിങ്ങളുടെ ക്യാമറമാൻ കം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എത്തിക്കുക അല്ലേ? ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു വലിയൊരു യാത്ര എന്ന് പറയുമ്പം നമ്മുടെ ടൈം, നിങ്ങളുടെ ദർസ് ഉൾപ്പെടെ നിന്ന് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന് പകരം സംവിധാനം ഉണ്ടോ? ഞാൻ എൻ്റെ ഉസ്താദിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഇപ്പം നിങ്ങളോട് എങ്ങനെ ഇത് പറയാന്നുള്ളത്, ഞാൻ ഈ ആശയം എൻ്റെ ഉസ്താദിനോട് പരിചയപ്പെടുത്തുമ്പോൾ ഉസ്താദ് പറഞ്ഞു വല്ലാത്ത സന്തോഷം. എൻ്റെ ഉസ്താദ് ഷുഹൈബ് ഫൈസി പൊന്മളം എന്ന് പറയും. ആ ഉസ്താദ് വല്ലാത്ത സന്തോഷത്തോട് ഇതിൻ്റെ എല്ലാ ആശയങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ ആദ്യം വരക്കൽ പോവാം. അവിടെ പോയിട്ട് 7 ഫാത്തിഹ ശംസുലമൻ്റെ പേരിൽ ഓതിയിട്ട് കാൽപ്പുറത്തും ഓതിയിട്ട് എന്ത് ചെയ്താൽ മതി, ഇറങ്ങിയാൽ മതി. എന്നിട്ടാണ് ഞാൻ സ്റ്റിക്കറിങ്ങും വണ്ടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ അവിടെ നിന്ന് പോയി ഓതി നിങ്ങൾ പ്രത്യേകം ദ്വാ ചെയ്തിട്ടാണ് ഇത് വിജയിപ്പിക്കണേ, ഒരു ഇഖ്ലാസ് വെച്ചിട്ട് അങ്ങനെ ആവട്ടെ. അല്ല നമ്മളെ ഒരു പ്രചരണം, നമ്മൾ ഇതൊരു വ്ളോഗറായി കണ്ട് ഇങ്ങനെ പോവുക എന്നുള്ളതിൻ്റെ അപ്പുറം
ജനങ്ങളും അതുപോലെ തന്നെ സമസ്ത പഠിക്കട്ടെ, നമ്മളിലൂടെ കുറച്ച് ആളുകൾ ഇങ്ങനെ കേട്ടെ, സമസ്തക്ക് ഒരു ഊർജ്ജസ്വലമായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര പ്രവർത്തിക്കട്ടെ. ബുള്ളറ്റിലൊന്ന് കയറി ഒന്ന് യാത്ര ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കയറാൻ കുറച്ച് പണി ഉണ്ടാവും അല്ലേ? ഇല്ല, സിമ്പിളാണ്. ഇവിടെയൊന്നുമില്ല. കയറി കഴിഞ്ഞാൽ റാഹത്താണ്. ബിസ്മില്ലാ. ഇരുന്നിട്ട് പ്രശ്നമില്ലല്ലോ. ഇല്ല. ഏതായാലും നമ്മളൊന്ന് കയറി ഇനി ചെറിയൊരു യാത്ര ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് ഇവരുടെ യാത്രയുടെ ഒരു ഫീൽ എന്നറിയാം. എനിക്ക് തോന്നുന്നു മുൻപിലിരിക്കുന്നതിനേക്കാൾ ബാക്കിൽ കുറച്ചുകൂടി കംഫർട്ട് ആവുന്നുണ്ട്. കാരണം നമ്മുടെ കാലും ഒക്കെ കൈയും ഒക്കെ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ പോവാം. അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, പോവാം. ശരി. അപ്പോൾ നമ്മൾ ഈ യാത്രയ്ക്ക് വലിയ ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ നിങ്ങൾ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ ആരെങ്കിലും ഓർഗനൈസേഷനോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടോ? സ്പോൺസർ ഇല്ല, സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുക്കുകയാണ്. പൈസ എടുക്കുക എന്നുള്ളതാണ് ഇതുവരെ. ഏകദേശം ഒരു 1 lakh ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണ്ടേ? 1 lakh ആവും. കാരണം 3 ദിവസത്തെ യാത്ര ഭക്ഷണം അതുപോലെ തന്നെ ഇതിനെ കൂടുതൽ ഇതും വേണ്ടേ, അതായത് എണ്ണടിക്കണ്ടേ. ഏകദേശം 15,000 കിലോമീറ്ററോളം. സാധാരണ ഇവിടുന്ന് 3000 കിലോമീറ്ററുള്ള കാശ്മീർ എത്താൻ നമ്മൾ നോർത്ത് ഇന്ത്യ വഴി ഉത്തരേന്ത്യയിലേക്ക് ചാടാണ്. അതായത് ഉത്തർപ്രദേശ് അങ്ങനെ അജ്മീറിന്റെ ഒരു 10 ദിവസം അങ്ങനെയുള്ള കണക്കിലാണ് പോകുന്നത്. കൃത്യമായിട്ട് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഡോക്യുമെന്റ് ഉണ്ട്. അപ്പം ഏകദേശം 15,000 കിലോമീറ്ററോളം അങ്ങനത്തെ 13,000 കൂട്ടി വെച്ചിട്ടുള്ളത്. എന്തായാലും 2,000 എക്സ്ട്രാ എന്തായാലും കാണേണ്ടി വരും, വേറെ വരും. അപ്പോൾ സാധാരണ ബ്ലോഗർമാര് സാധാരണ ഈ പോക്ക് പോകുന്ന ആളുകളെക്കാളും കൂടുതൽ. കാരണം നമ്മൾ നോർത്ത് ഇന്ത്യ വഴി പോകണമെന്ന് വെച്ചാൽ ഒരുപാട് പരന്ന് പാരവാരം പോലെ കിടക്കുന്ന ഒരുപാട് സംസ്ഥാന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, മക്തബുകളുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ. അതൊക്കെ നമ്മുടെ കേരളക്കാർ ഇത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അതാണ് വൈകളും ഇത് കൂടുന്നത്. ഇവരെ സ്പോൺസർമാർ ആരെയും ചോദിച്ചിട്ടില്ല. കാരണം ഇനി അതൊരു ഫണ്ട് കളക്ഷൻ ആണ് എന്നുള്ളത്. നമ്മള് പോയൊരു അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വരണ്ട, റോഡ് വരണ്ട എന്നുള്ളത്. ഈ പിന്നെ ഇപ്പൊ വീട്ടിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ വിട്ടു നിൽക്കുമ്പോ ആരെങ്കിലും പറഞ്ഞോ ഇതൊരു ടാസ്ക് ആണ്, ഇത്തരം ടാസ്ക് ഒന്നും എടുക്കണ്ട? ഇന്നലെ ഒരു വോയിസ് എനിക്ക് വന്നു. അപ്പം വോയിസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് സമസ്ത പ്രവർത്തകരുണ്ട്, അവർക്കൊന്നും ഇല്ലാത്തൊരു വ്യത്യസ്ത പിരാന്താണല്ലോ എനിക്ക് ഇതിങ്ങനെ പോണത്. ഇതിപ്പോ വീഡിയോ കാണുന്നവർക്കും പലർക്കും ചോദ്യം ഉണ്ട്. ഇപ്പൊ ഞാൻ എന്റെ മനസ്സിൽ വന്നിട്ടുള്ളത് ആയിരക്കണക്കിന് സമസ്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് തിരുത്തി കൊടുക്കാൻ ആഗ്രഹിച്ച 10,000-കണക്കിനുണ്ട്. അവരൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. സമസ്തക്ക് ഒരു വലിയൊരു ഹാദിമെന്ന് നമുക്ക് നമ്മളെ കൊണ്ടുള്ള പ്രവർത്തനം അല്ല, ഏതൊരു പ്രോഗ്രാമിനും അതിൻ്റെതായിട്ടുള്ള പ്രചാരണങ്ങൾ പുതിയ കാലത്ത് പുതിയ രീതികളാണ്. അപ്പൊ അതൊക്കെ നമ്മള് അതിന്റെ കൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ആ നിലയ്ക്ക് ഇതൊരു ഭ്രാന്താണെന്ന് പറയുകയാണെങ്കിൽ അതെ, നമുക്കിതൊരു ക്രൈസാണ്. ഞാൻ ആ വോയിസ് പിന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് സമസ്ത മക്കൾ ഏറ്റെടുക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഓരോ ജില്ലക്ക് സംസാരിച്ചപ്പോൾ ഓരോ ജില്ലയുമായിട്ടുള്ള SKSFന്റെ പ്രവർത്തകർ, സമസ്തയുടെ പ്രവർത്തകർ, അവരെ നമ്മൾ റൂട്ട് മാപ്പ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇത് സമസ്ത മക്കൾ ഏറ്റെടുക്കും ഇൻഷാ അല്ലാഹ് എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പം സമസ്തയുടെ ലീഡേഴ്സ് ഒക്കെ ആയിട്ട് ഈ വിഷയം സംസാരിച്ചോ? അവരെന്ത് പറഞ്ഞു? സംസാരിച്ചു. ഇതിന് ഒരുപാട് സൈദന്മാരും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പ്രവർത്തകർ ഇതിന് ഭയങ്കര സപ്പോർട്ടായിട്ടാണ് ഇതുവരെ സംസാരങ്ങളും കാര്യങ്ങളും വന്നിട്ടുള്ളത്. അവർക്കൊക്കെ അതിൽ വലിയ സന്തോഷം കാണും അല്ലേ? നമ്മളൊരു യാത്ര എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇതിന് എൻ്റെ ഉമ്മയും ഉപ്പയും ഇതിലേക്ക് ഫസ്റ്റ് ചെലവിലേക്ക് ഇതിന് ഭീമമായ ചെലവുണ്ടല്ലോ. ഫസ്റ്റ് നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് ഫസ്റ്റ് തുക തന്നിട്ടുള്ളത് എൻ്റെ ഉപ്പയാണ്. ആ യാത്ര ചെലവിലേക്ക് ഭീമമായ തന്നെ ആ സംഖ്യ. യാത്രക്കാരന്റെ ദ്വാക്ക് പ്രത്യേകം ഇജാബത്ത് ഉത്തരം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് തരുന്നത്. ഇപ്പൊ തരണമെങ്കിൽ എത്രത്തോളം ഇതിന് സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ യാത്ര ഞാനിപ്പോ ഇതിലൊരു സ്റ്റിക്കർ കണ്ടു, ഒരു ഫലസ്തീൻ. അപ്പൊ ഈ ഫലസ്തീന് അതൊരു എന്താണ്, അത് അവരെ ഇതിൽ ഉൾപ്പെടുത്താൻ കാരണം എന്താണ് ഈ യാത്രയിൽ? ഇത് ഫലസ്തീന് നമ്മള് വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട് കൊല്യന്മാരായ ഇസ്രായേലിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിരന്തരം വാർത്തയിൽ നമ്മളൊക്കെ കാണുന്നതാണ് ഓരോ കാര്യങ്ങൾ. അപ്പം നമ്മളും അതിന്റെ ഒരു ഭാഗമാവും. നമ്മുടെ യാത്ര അതിനായിരിക്കട്ടെ എന്നുള്ളതും കൂടി ലക്ഷ്യമുണ്ട്. എന്താ ഫലസ്തീനെ കുറിച്ച് എന്തോ കവിതയോ പണ്ട് എഴുതിയൊരു കവിത ഉണ്ടായിരുന്നു. നമ്മുടെ രക്തത്തിൻ ഗന്ധം സുഗന്ധമല്ല, ക്രോധന്റെ ദാഹം ദാഹമല്ല, കണ്ണീര് ഭൂവിൽ സുവർഗം പണിയും ഫലസ്തീൻ മക്കളിൽ ഐക്യദാർഢ്യം, പോരാട്ട വ്യതകൾ തോരാത്ത തേട്ടം, വിളിക്കുന്നു ഞങ്ങൾ സലാം മഹദി, വിളിക്കുന്നു ഞങ്ങൾ സലാം മഹദി. ആ ഒരു പാട്ടായിരുന്നു, അതൊരു തീം സോങ് ആയിരുന്നു. ഇന്നിപ്പം നമ്മളെ SKSF നടത്തിയിട്ടുള്ള രണ്ടാമതായ പോലെ പ്രതിഷേധത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്, ഒരുപാട് പ്രചരണം ഉണ്ടായിരുന്നു. ഈ യാത്രയിൽ ഭാഷ വളരെ പ്രധാനമാണ്. എങ്ങനെയാണത്?
തോടാ ഹിന്ദി ഹിന്ദി നമുക്കറിയാം. ആ പിന്നെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ലേ നമ്മളെ ഉപയോഗങ്ങളെ കാര്യങ്ങളും. പിന്നെ ഓരോ മക്തബകൾ എത്തിയിട്ടുണ്ടെങ്കിൽ പ്രസംഗിക്കാനുള്ള മാച്ചറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആളുകൾക്ക് എങ്ങനെയൊക്കെ ഇതിന്റെ പ്രചരണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഇൻഷാ അല്ലാ അതവിടെ എത്തിയിട്ട് പ്രസംഗ രീതിയിൽ അവർക്ക് സമർപ്പിക്കും. ഏതായാലും ഈ യാത്രയുടെ ഒരു ഫ്ലാഗ് ഓഫ് ഞാൻ പറഞ്ഞു നേരത്തെ 20-ാം തീയതി കന്യാകുമാരിയിൽ വെച്ചിട്ടാണ് ആ യാത്ര ആരംഭിക്കുന്നത്. പക്ഷെ അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു പ്രാർത്ഥനയും ഉസ്താദുമാരുടെ ഒരു ആശീർവാദവും ഒക്കെ ഇന്ന് കോഴിക്കോട്ടെ ഓഫീസിൽ ഒരു യോഗം നടക്കുന്നുണ്ട്. അതിനുശേഷം ബഹുമാന ജിഫ്രി തങ്ങളും അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാരൊക്കെ ചേർന്നുകൊണ്ട് ഇവിടെ നടത്തും. അങ്ങനെ നമ്മുടെ യാത്രയുടെ ഈ ഒരു ഫ്ലാഗ് ഓഫ് ബഹുമാന ജിഫ്രി തങ്ങൾ അവർ നിർവഹിക്കുകയാണ്. യാത്ര കബൂൾ ചെയ്യട്ടെ. ഇവരുടെ ഹിദ്മത്തുകളൊക്കെ സമസ്ത കേരള ജമിയത്തിൽ നമുക്ക് ഹിദ്മത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. യാത്ര സുരക്ഷിതമായ യാത്രയാക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു യാത്രയുണ്ടായിരുന്ന എല്ലാ ആഫത്ത് മുസീബത്ത് അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ സമസ്ത കേരള ജമിയത്തുൽമയുടെ സമ്മേളന പ്രചരണത്തിനും സമസ്തനെ പറ്റി പരിചയപ്പെടുത്തുന്നതിനൊക്കെ അതിൻ്റെ നിദാനമായി കൊണ്ട് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ എന്തെങ്കിലും ചെയ്യണത് 1.5 ലക്ഷം റുപ്യ 80,000 എണ്ണം ഉണ്ട്. ഭക്ഷണം 80,000 അടുത്താവും. 2 ലക്ഷം റുപ്യൻ്റെ അടുത്ത് ഏകദേശം 15,000 കിലോമീറ്റർ ടോട്ടലാവും. ആയിക്കോട്ടെ 500 ഞാൻ തരാം. പിന്നെ ബാക്കി എങ്ങനെ അവസാനം എനിക്ക് ബാക്കി കിട്ടിയാൽ അങ്ങനെ തന്നാൽ മതി. ലാഭമുള്ളത് ഏതായാലും യാത്രയാണ്, 100 ദിവസമാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇതുകൊണ്ടുണ്ടാകും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സമസ്തയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലുടനീളം ആരും ഇത്തരമൊരു യാത്ര നടത്തി കാണില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇത്തരത്തിലുള്ളൊരു യാത്ര അത് ഏറ്റവും മനോഹരമാക്കാൻ ശ്രമിക്കുക. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാകും, ഞങ്ങളൊക്കെ അത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാ യാത്രാമംഗളങ്ങൾ. താങ്ക് യു.